പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 27-ാം തീയതി ബുധനാഴ്ച. ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗീയ കൃപകളാൽ നമ്മെ ഏവരെയും പൊതിഞ്ഞ് ആരോഗ്യത്തോടും ബലത്തോടും കാത്തു പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 6 വേഴ്സ് 10 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ദൈവത്തിന്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു സ്വഭാവത്തെക്കുറിച്ചാണ് എബ്രായ ലേഖന കർത്താവ് ഇപ്പോൾ നാം വായിച്ചു കേട്ട ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ ഓർമ്മിപ്പിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഒരു വിശ്വാസി, ഒരു ക്രിസ്തീയ കുടുംബം, എന്തിന് ഒരു സഭ നാളുകളായി ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ വളരെ വ്യക്തമായി പരാമർശിക്കുന്നു. നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, മരിച്ചവരുടെ പുനരുദ്ധാനം, കൈവപ്പ്, നിത്യശിക്ഷാവിധി, സ്നാനം എന്നിങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിങ്ങൾ പിന്നെയും കുഴങ്ങിക്കിടക്കുകയാണ്. അത് ഒരു തുടക്കക്കാർക്ക് നല്ലതാണ്. പിന്നെ നിങ്ങൾ ആ കാര്യങ്ങളിൽ മാത്രം കെട്ടപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങൾ അവയൊക്കെ വിട്ടിട്ട് ക്രിസ്തുവിന്റെ പരിജ്ഞാന പൂർത്തി പ്രാപിക്കണം. അങ്ങനെ ദൈവജനത്താൽ നിറഞ്ഞ് ദൈവാത്മാവിനാൽ മുൻപോട്ട് പോകണം. അപ്പൊ ചുരുക്കത്തിൽ 6-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അന്ന് നിലനിന്നിരുന്ന സഭയിലും കൂട്ടായ്മയിലൊക്കെ ഉണ്ടായിരുന്ന ചില പിശകുകൾ, പോരായ്മകൾ വ്യക്തമാക്കുകയാണ്. എന്നിട്ട് 9-10 വാക്യങ്ങളിൽ, അഥവാ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഭാഗത്ത് പറയുകയാണ്, നിങ്ങൾക്കിടയിൽ ഈ പറയപ്പെട്ടതൊക്കെ നിലനിൽക്കുന്നുവെങ്കിലും നിങ്ങൾ ദൈവമക്കളെ ശുശ്രൂഷിച്ചതും ഇപ്പോൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നതും ദൈവനാമത്തോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും കരുതലും മറന്നു കളയുവാൻ തക്കവണ്ണം ഈ ദൈവം അനീതിയുള്ളവൻ അല്ല. ചുരുക്കത്തിൽ നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. നമുക്ക് വിശ്വാസപരമായി പല കാര്യങ്ങളിലും ഇപ്പോഴും പരിജ്ഞാന പൂർത്തിയിൽ എത്തിയിട്ടില്ല എങ്കിൽ പോലും നാം ദൈവനാമത്തിൽ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ദൈവനാമത്തോടുള്ള സ്നേഹം, ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതും ചെയ്യുന്നതും ഒരിക്കലും മറന്നു കളയുന്ന ദൈവമല്ല. ആ തമ്പുരാൻ അത് ഓർക്കുക തന്നെ ചെയ്യും. ഈ പുത്തൻ പ്രഭാതത്തിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പല കാര്യത്തിലും നാം പര്യാപ്തി നേടിയവരല്ല. ഇപ്പോഴും സംശയ വിചാരങ്ങൾ, പ്രാർത്ഥനയുടെ കുറവുകൾ, ആത്മീയ ജീവിതത്തിലുള്ള പരിപോഷണം, ഇവിടെയൊക്കെ കുറവുകളും ബലഹീനതകളുമുണ്ട്. എങ്കിൽ പോലും
നാം ദൈവത്തിന് വേണ്ടി ചെയ്തത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്, നാം ദൈവനാമത്തിൽ ചുമൽ കൊടുത്തത്, കരം നീട്ടിയത്, ദൈവമക്കളെ സ്വീകരിച്ചത്, അവർക്ക് വേണ്ടി ചിലവിട്ടത്, ദൈവനാമത്തെ സ്നേഹിക്കുകയും സ്നേഹിക്കുന്നതിന്റെ ഫലമായി മുഖം നോക്കാതെ ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊണ്ടതും ദൈവം ഒരിക്കലും മറന്നു കളയുന്ന ദൈവമല്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, പലപ്പോഴും നമ്മളൊക്കെ നേരിട്ട ഒരു ചോദ്യമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ, കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ, എന്തിന് നമ്മുടെ ഇന്നത്തെ യുവതലമുറയായ നമ്മുടെ മക്കൾ പോലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരോടും ചോദിച്ചിട്ടുണ്ടാവും, അമ്മ അല്ലെ അപ്പ ഇത്രയും പ്രാർത്ഥിച്ചു, ഇത്രയും ഉപവസിച്ചു, വന്ന ദൈവദാസന്മാരെയൊക്കെ കരുതി ഭക്ഷണം കൊടുത്തു, വാഹനം നൽകി, ദശാംശം നൽകി, കൈമടക്ക് നൽകി, ഞങ്ങൾക്ക് വേണ്ടതുപോലെ കരുതിയില്ലെങ്കിലും ദൈവമക്കൾക്കൊക്കെ എല്ലാം കടം മേടിച്ചാണെങ്കിലും കൊടുത്തു. എന്നിട്ട് എന്തിയെ നമ്മൾക്ക് മാത്രം എന്താ ഒരു ഉയർച്ചയില്ലാത്തത്? എനിക്കെന്താ വിസ കിട്ടാത്തത്? ഞാനെന്താ പാസ്സാകാത്തത്? നമുക്കെന്താ ഒരു വീടില്ലാത്തത്? നമുക്കെന്താ ഒരു വാഹനമില്ലാത്തത്? നമുക്ക് മാത്രം എന്താണ് ഇപ്പോഴും ഒരു ഉയർച്ചയില്ലാതിരിക്കുന്നത്? എന്നാൽ അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ മധ്യേ ഭാരപ്പെട്ട് തല കുനിയരുത്. അവർക്കുള്ള വചനമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. നാം ദൈവനാമത്തിൽ കഴിഞ്ഞ നാളുകളിൽ ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ദൈവനാമത്തോടുള്ള സ്നേഹവും നിശ്ചയമായും ഓർക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവനാമത്തിൽ ഒരു പാത്രം ദാഹജലം കൊടുത്താൽ, അതെ, ഒരു ദൈവപൈതലെന്ന് കരുതി ദൈവപൈതലിനെയും പ്രവാചകനെന്ന് കരുതി പ്രവാചകനെയും സ്വീകരിച്ചാൽ അതിന് തക്കവണ്ണം പ്രതിഫലം നൽകുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ, ഓട്ടങ്ങൾ, അധ്വാനങ്ങൾ ഒരിക്കലും വെറുതെ അല്ല. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. അവരും ദൈവരാജ്യത്തിന് വേണ്ടി അവരുടെ കഴിവും പണവും സമയവും ആരോഗ്യവും കർത്താവിന്റെ വരവ് വരെ തലമുറകൾ അത് ചെയ്യത്തക്കവണ്ണം ഈ വചനങ്ങളൊക്കെ പറഞ്ഞവരെ പഠിപ്പിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ മഴ നനഞ്ഞ് വെയിലുകൊണ്ട് വാഹനമില്ലാതെ നടന്ന് ബുദ്ധിമുട്ടി, ഒരുപക്ഷെ പാട്ട് പാടിയതായിരിക്കാം, പാട്ട് പഠിപ്പിച്ചതായിരിക്കാം, പ്രാർത്ഥനയ്ക്ക് പങ്കുചേർന്നതായിരിക്കാം, ഭവനം വിട്ടുകൊടുത്തതായിരിക്കാം, ഒരു ഗ്ലാസ് നാടൻ കട്ടൻ വെള്ളം കൊടുത്തതായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രവൃത്തിയെ മറന്നു കളയുന്ന ഒരു ദൈവമല്ല, നീതിയുള്ള ദൈവമാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? കർത്താവ് മറക്കാതിരിക്കാനും നമുക്ക് പ്രതിഫലം കിട്ടാനും വേണ്ടി ഒന്നും ചെയ്യണ്ട. അങ്ങനെ ചെയ്യണ്ട. കർത്താവിന് വേണ്ടി ആത്മാർത്ഥതയോടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും കൊടുക്കുക. വചനം നമ്മെ പഠിപ്പിക്കുന്നു, നിർബന്ധത്താൽ അരുത്, സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അതെ, ദൈവനാമത്തോടുള്ള സ്നേഹം നിമിത്തം ദൈവരാജ്യത്തിന് വേണ്ടി പണം മാത്രമല്ല, ഭവനം മാത്രമല്ല, നമ്മുടെ കഴിവ്, നമ്മുടെ താലന്ത്, നമ്മുടെ സമയം, നമ്മുടെ ഭവനം, നമ്മുടെ തലമുറ എല്ലാം ദൈവത്തിന് കൊടുക്കുവാൻ തയ്യാറാകണം. നാം മത്സരിച്ച് പിന്നോട്ട് പോകരുത്. നമ്മുടെ കുടുംബമോ സഭയോ സഭയുടെ നേതൃത്വങ്ങളോ ശരിയായിട്ട് പള്ളിയിൽ പോകാമെന്നോ കൂട്ടായ്മ കൂടാമെന്നോ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരാമെന്നോ ആരെങ്കിലും കരുതി എന്നെ കേൾക്കുന്നവർ ഇരിക്കുന്നുവെങ്കിൽ, സഹോദരങ്ങളെ,
നിങ്ങളുടെ ജീവ അവസാനം വരെ നിങ്ങൾ പോകുന്ന ഏത് സഭയാണെങ്കിലും നിങ്ങൾക്ക് പോക്കുണ്ടാവുകയില്ല. ഞാൻ ഉദ്ദേശിച്ച അർത്ഥം മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനും എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവിക ആരാധനയും വിശുദ്ധ സംസർഗവും കൂട്ടായ്മയും കൂടുവാൻ മനസ്സോടെ സന്തോഷത്തോടെ മുൻപോട്ട് പോകുക. ദൈവനാമത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മുഴുവനും ആരുടെയും മുഖം നോക്കാതെ ചെയ്യുക. നിശ്ചയമായും തമ്പുരാൻ അത് ഓർക്കും. അതിനു വേണ്ട പ്രതിഫലം തക്ക സമയത്ത് ഒട്ടും കുറയ്ക്കാതെ ഒത്ത ഏപ്പയിൽ അളന്ന് തരുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. ആ ദൈവം ഇന്ന് പകൽ ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ വഴി നടത്തട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ഉടയവനും പരിപാലകനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദൈവം എവിടെയെന്ന് ഞങ്ങളുടെ ശത്രുക്കൾ ഇടപെടാതെ ഞങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങളെ മറക്കുന്ന ദൈവമല്ല ഞങ്ങളുടെ ദൈവമെന്നും അനീതിയുള്ള ദൈവമല്ല ഞങ്ങളുടെ ദൈവമെന്നും എബ്രായ ലേഖന കർത്താവിൽ കൂടെ ഇന്ന് ഞങ്ങൾ കേട്ടത് വളരെ ധൈര്യത്തോടെ പറയുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങൾ ദൈവനാമത്തിൽ കഴിഞ്ഞ നാളിൽ ചെയ്തത്, ശുശ്രൂഷിച്ചത്, ഈ നാളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദൈവനാമത്തെ സ്നേഹിക്കുന്നത് മൂലമുള്ള ഞങ്ങളുടെ ഓരോ ശുശ്രൂഷയ്ക്കും തമ്പുരാൻ ഓർത്ത് കണ്ട് മാനിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ആര് ഞങ്ങളെ പരിഗണിച്ചില്ലെങ്കിലും, ആര് ഞങ്ങളെ ഓർത്തില്ലെങ്കിലും, ഓ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഓർക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. ആ ഒരു വലിയ വിശ്വാസത്തിൽ, പ്രത്യാശയിൽ ഇന്നത്തെ ദിനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. എല്ലാ നിലകളിലും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും നിരമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗീയ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവം നാം ചെയ്തത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരൊക്കെ എന്തൊക്കെ നമ്മളെക്കുറിച്ച് പറഞ്ഞാലും നാം നമ്മുടെ ഉള്ളുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നതും പിൻപറ്റുന്നതും വ്യക്തമായും കൃത്യമായും അറിയാവുന്ന ദൈവം നമ്മെ ഓർക്കും. നമ്മളെ മറക്കുന്നവനല്ല. ആ ദൈവം ഇന്ന് പകൽ ജീവജലത്തിന്റെ പ്രേക്ഷകരായ നിങ്ങളെല്ലാവരെയും ഓർക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ അറിഞ്ഞ് നിങ്ങളെ മാനിക്കട്ടെ. സകല സ്വർഗീയ ആത്മീക ഭൗതിക നന്മകളാൽ നിറച്ച് ദൈവകൃപയോടെ ഏവരെയും കാത്തു പരിപാലിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടികുളഞ്ഞി. God bless us all.